നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിലേക്ക് ഇറങ്ങി. നേരെ പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷൻ എത്തിയപ്പോൾ ദേ വേറെ എവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തോണ്ടാ തോന്നുന്നു ലെവൻ കയറി ട്രാക്കിൽ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ വന്നു. നമ്മളെപ്പോഴും വിൻഡോ സീറ്റിന്റെ ആളായതുകൊണ്ട് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. വരണ വഴിക്ക് കളമശ്ശേരി എത്തിയപ്പോൾ മഞ്ഞ് മൂടി പിടിച്ച് കിടക്കുന്ന പാടം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഗുരുവായൂരെത്തി. നാട്ടിലേക്കുള്ള ബസ്സും കയറി നേരെ വീട്ടിലേക്ക്. വീട്ടിലെത്തിയത് നല്ല ഇഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതും കഴിച്ച് നേരെ പോയത് ഗിഫ്റ്റ് വാങ്ങാനായിരുന്നു. ഇതാണ് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ്. ഇന്ന് നമ്മൾ വന്നത് തന്നെ നമ്മുടെ ഏട്ടനും മോന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു. ഇതുപോലത്തെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാക്സിമം മിസ് ചെയ്യാണ്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ചെറിയ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. നല്ല പാടാണ് ഒരു ഫോട്ടോ തന്നെ കിട്ടാൻ. പിന്നെ ഫോട്ടോ എടുക്കുന്ന നമ്മുടെ ചെങ്ങായി കൊണ്ട് അത്ര സീനില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം വിളമ്പുന്നത് നമ്മുടെ മോഡലാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാലടി അടിച്ച് നേരെ വീട്ടിലേക്ക്. ഇന്നാണെങ്കിൽ നമുക്കൊരു കൊറിയറും ഉണ്ടായിരുന്നു. അങ്ങനെ അത് പോയി വാങ്ങി. കുറെ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനും അനിയനും കൂടി ഷേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് വാങ്ങാൻ പോയി. ഞങ്ങളാണെങ്കിൽ അവന്റെ അനിയനോട് പറയുകയും ചെയ്തിട്ടില്ല. അവനാണെങ്കിൽ ഞങ്ങളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഷേക്ക് അടിക്കാൻ തുടങ്ങി. നല്ല ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നു ഉണ്ടാക്കിയത്. ഫൈനലി നമ്മൾ നല്ലൊരു ഷേക്ക് ഉണ്ടാക്കി. കൂടെ അവനക്കും കൊടുത്തിട്ടു. പിന്നെ ഞാൻ നേരെ പോയത് പാടത്തേക്കായിരുന്നു. അമ്മയും അമ്മയുടെ കൂട്ടുകാരും കൂടി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് ചെയ്യുന്നതിന്റെ ഗുണം എന്തെന്നാൽ ഈ കാണുന്ന വെള്ളരിയാണ്. വിഷമടിക്കാത്ത നല്ല വെള്ളരിയാണ്. അങ്ങനെ അവിടെയും കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ വീട്ടിലേക്ക്. ഇന്ന് രാത്രി തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് വണ്ടി കയറണം. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞു.